ഹലോ ഡി ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഥവാ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 സ്കിൽസാണ്. അതെ, 2026 ഓരോ വിദ്യാർത്ഥിക്കും അറിഞ്ഞിരിക്കേണ്ട 3 സ്കിൽസാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിനുപരി നമ്മുടെ ലോകത്ത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള AI പിന്നെ അതേപോലെ തന്നെ ടെക്നോളജിയെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 3 സ്കിൽസാണ് ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിക്കുകയാണ്. അവൻ്റെ മറ്റുള്ള ആവശ്യങ്ങൾക്കായി, അവൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായി അവന് ചെറിയൊരു സോഴ്സ് ഓഫ് ഇൻകം ആവശ്യമാണെങ്കിൽ അവന് ഈ 3 സ്കിൽസ് ഉപകാരപ്രദമാവും. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇവിടെ നമുക്ക് 3 കുട്ടികളെ പരിചയപ്പെടാം. സ്റ്റുഡൻറ്റ് എ പേര് കിരൺ, സ്റ്റുഡൻറ്റ് ബി ആദി, സ്റ്റുഡൻറ്റ് സി രാജ്. ഇവർ 3 പേരും ഡിഫറെൻറ്റ് സ്കൂളുകളിലാണ് പഠിക്കുന്നത്. പക്ഷേ ഇവരുടെ പ്രോബ്ലം സെയിമാണ്. ആൻഡ് ദ പ്രോബ്ലം ഈസ് ദ ലാക്ക് ഓഫ് ഇൻകം. ഇവർക്ക് 3 പേർക്കും തങ്ങളുടെ ഫാമിലിയെ സഹായമില്ലാതെ കോളേജ് ഫീസ് അടയ്ക്കണമെന്നും അവരുടെ ആവശ്യങ്ങൾ കാരണം മാതാപിതാക്കൾ ബുദ്ധിമുട്ടരുതെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനായി സ്റ്റുഡൻറ്റ് എ, നമ്മുടെ കിരൺ, സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തൻ്റെ ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റ് കണക്ഷനും ശരിയായ യൂട്ടിലൈസേഷനിലൂടെ അവൻ 1000 രൂപ മുതൽ 20,000 രൂപ വരെ സമ്പാദിക്കാൻ തുടങ്ങി. ഇത് എങ്ങനെ സാധിച്ചു എന്ന് അവൻ്റെ അച്ഛനും അമ്മയും ചോദിച്ചപ്പോൾ അവനൊരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരമാണ് വിർച്വൽ അസിസ്റ്റൻറ്റ്. അവർ ഫസ്റ്റ് ടോപ്പിക്. നമ്മുടെ ആദ്യത്തെ സ്കില്ലാണ് വിർച്വൽ അസിസ്റ്റൻറ്റ്. ഇനി നിങ്ങൾക്കറിയണ്ടേ ഈ വിർച്വൽ അസിസ്റ്റൻറ്റ് എന്താണെന്ന്? സോ ഇവിടെ നമ്മുടെ കിരൺ അവൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഒരു ചെറിയ ബിസിനസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൻ്റെ ബോസ് അവൻ തന്നെയാണ്. കിരൺ അവൻ്റെ ടെക്നിക്കൽ സ്കില്ലും കമ്പ്യൂട്ടറിനോടുള്ള ഇൻട്രസ്റ്റും മനസ്സിലാക്കി തൻ്റെ അടുത്തുള്ള ഒരു കമ്പനിയോട് അവൻ റിക്വസ്റ്റ് ചോദിക്കുന്നു. അതായത് അവൻ ചോദിക്കുകയാണ്, ആ കമ്പനിയിൽ വരുന്ന ഇമെയിൽസും പിന്നെ അതേപോലെ തന്നെ കലണ്ടർ ഷെഡ്യൂളും അവൻ മാനേജ് ചെയ്യട്ടെ എന്ന്. അതെന്തിനാ അങ്ങനെ ഒരു ചോദ്യം? ശരിക്കും നമ്മൾ ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, പിന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ ഇമെയിൽ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ കലണ്ടർ ഷെഡ്യൂൾ മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഒരു ബിസിനസ് ഗ്രോത്തിനെ 40% സ്ലോ ഡൗൺ ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇനി ഇതിൽ കിരൺ എന്താ റോൾ? നമ്മുടെ കിരൺ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് ബിസിനസ്സിനെ 40% സ്ലോ ഡൗൺ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ അവൻ തൻ്റെ വീട്ടിലിരുന്ന് ചെയ്താൽ ആ ബിസിനസ്സിന് നല്ലൊരു ഗ്രോത്ത് തന്നെയല്ലേ ലഭിക്കുക? അതെ, അപ്പോൾ ബിസിനസ്സിന് വേഗം വളരാൻ സാധിക്കില്ലേ? തീർച്ചയായും സാധിക്കും. അങ്ങനെ ഈ ബിസിനസ്സിനെ അവൻ എന്ത് ചെയ്തു? ഒരു പാർട്ട്ണറായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, അവൻ അങ്ങനെ ഈ റിപ്പിറ്റേറ്റീവ് ടാസ്ക് വെച്ചിട്ട് ഒരു വിർച്വൽ അസിസ്റ്റൻറ്റിൻ്റെ രൂപത്തിൽ ആ ഒരു ബിസിനസ് പാർട്ട്ണറായി മാറി. ഓക്കെ, ഇതാണ് എന്ത് വിർച്വൽ അസിസ്റ്റൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്കില്ല് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്കും കിരണിനെ പോലെ എന്തുണ്ട്? യെസ്, കമ്പ്യൂട്ടറിനോടുള്ള ഇൻട്രസ്റ്റും പിന്നെ അതേപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ലും ഉണ്ടെങ്കിൽ വളരെയധികം സുഖമായി തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി മോസ്റ്റ് കോമണായി നമ്മൾ കണ്ടുവരുന്ന വീഡിയോ എഡിറ്റിംഗ് സ്കില്ലും ഒരു വിർച്വൽ അസിസ്റ്റൻറ്റ് ജോബ് തന്നെയാണ്. ഒരു സ്പെസിഫിക് ക്ലയൻറ്റിൻ്റെ ഓർഡർ പ്രകാരമോ ഒരു സ്പെസിഫിക് കമ്പനിയുടെ ഓർഡർ പ്രകാരമോ നമുക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു 1000 രൂപ മുതൽ 20,000 രൂപ വരെ വീഡിയോ എഡിറ്റിങ്ങിലൂടെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് എന്തുള്ളത്? കിരണിൻ്റെ കഥയിലുള്ളത്. ഓക്കെ, കിരൺ എന്ത് ചെയ്തു? അവൻ്റെ ടെക്നിക്കൽ സ്കിൽ ഉപയോഗിച്ച് അവൻ എന്ത് ചെയ്തു? ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് എന്നുള്ളൊരു സ്കിൽ അവൻ തിരഞ്ഞെടുക്കുന്നു. ഒരു ബിസിനസ്സിനെ അവൻ അത് വളരെ ഫലപ്രദമായി തന്നെ അവനത് ഏറ്റെടുത്ത് സഹായിക്കുകയാണ് ചെയ്യണം. ഇതിലൂടെ അവന് പ്രോഫിറ്റ് ഉണ്ടോ? തീർച്ചയായും. ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടോ? തീർച്ചയായും. അവന് 1000 to 20,000 രൂപ വരെ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ സമ്പാദിക്കാൻ ഇവിടെ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരാളാണ് നമ്മുടെ ആദി എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ. ഇനി ആദിയുടെ കഥ എന്താണെന്ന് നോക്കിയാലോ.
ആദ്യം കിരണിൻ്റെ അതേ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ കുറച്ചുകൂടെ സ്മാർട്ടായി അവനത് നടപ്പാക്കി. എങ്ങനെയാണ് സ്മാർട്ടാക്കി അവൻ നടപ്പാക്കി? എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഒരു ദിവസം ഉണ്ടല്ലോ, അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിലെ ഒരു ചേട്ടനെ കണ്ടു. അതായത് ആ ഒരു കടയിലെ ഷോപ്പ് ഓണറാണ്. ഇനി അയാൾ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താണെന്ന് ചോദിച്ചു വന്നപ്പോഴാണ് ആദിക്ക് മനസ്സിലായത്, ആ ഷോപ്പ് ഓണർ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുള്ള ഫോളോവേഴ്സിനെ മൊത്തം ഒരു വെൽക്കം ഇമെയിൽ അയക്കുകയാണ്. ഓക്കെ, തൻ്റെ ഷോപ്പിന് വന്നതിനും പിന്നെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിനും ഒരു വെൽക്കം ഇമെയിൽ അയക്കുകയാണ്. ഓക്കെ, പക്ഷേ അയച്ചിട്ടും ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. ആ ഒരു ഷോപ്പ് ഓണറിന് മനസ്സിലായി, ഞാൻ ഈ ഇൻഡിവിജ്വലായി ഓരോ ആൾക്കാർക്കും അതായത് ഇമെയിൽ അയക്കുമ്പോൾ വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ഒരു കാരണത്താലാണ് അയാൾ എന്ത് ചെയ്ത് വളരെ വിഷമിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ആദിക്ക് തൻ്റെ സ്കിൽ പുറത്തെടുക്കാൻ സാധിച്ചു. ആദി വേഗം തന്നെ അവൻ്റെ ലാപ്ടോപ്പ് എടുത്ത് ആ കടയിലേക്ക് തിരിച്ചു വന്നു. അവൻ ഷോപ്പ് ഓണറിനോട് താൻ ഒരു കോഡ് ബിൽഡ് ചെയ്തു തരാം എന്ന് പറഞ്ഞു. ആ കോഡ് ഷോപ്പ് വെബ്സൈറ്റിൽ വന്ന എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് വെൽക്കം ഇമെയിൽ സെൻഡ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ ആദി ഉണ്ടല്ലോ, നമ്മുടെ ആദി ആ ഒരു അവൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുവന്ന് ആ ഷോപ്പ് ഓണറിൻ്റെ അടുത്ത് കാണിക്കുകയാണ്. ഷോപ്പിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഓരോ ആൾക്കാർ തുറക്കുമ്പോഴും അയാളുടെ അക്കൗണ്ടിലേക്ക്, അതായത് ഓരോ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിലേക്കും ഒരു വെൽക്കം ഇമെയിൽ പോകുന്ന ഒരു രീതിയിലുള്ള ഒരു കോഡ് താൻ സ്ക്രിപ്റ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് വളരെ നല്ലൊരു ഐഡിയ അല്ലേ? തീർച്ചയായും. ഇനി അങ്ങനെ ഷോപ്പ് ഓണറുടെ 20 മണിക്കൂറിൻ്റെ ജോബ് അവൻ 20 മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കി. ഇതിനെ ആണ് നമ്മൾ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ആദ്യം അവൻ്റെ AI നോളജും പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെയും സഹായത്താൽ ഷോപ്പ് ഓണർക്ക് വേറെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടാക്കുവാനും പിന്നെ കൂടാതെ തന്നെ ഷോപ്പിന് വേണ്ടി അട്രാക്റ്റീവ് ഡിസ്ക്രിപ്ഷനും ക്രിയേറ്റ് ചെയ്തു. ആദ്യം അവൻ്റെ ടെക്നിക്കൽ സ്കിൽ AI സഹായത്താൽ സ്മാർട്ടായി തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. AI ഓട്ടോമേഷൻ ആൻഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പോലെയുള്ള സ്കിൽസ് 8,000 മുതൽ 1.5 lakhs വരെ ഇൻകം നമുക്ക് തരാൻ സഹായിക്കും. ഇസ് ഇറ്റ് സ്മാർട്ട്? തീർച്ചയായും അല്ലേ? അപ്പോൾ നമ്മുടെ ആദി തൻ്റെ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങും പിന്നെ അതേപോലെ തന്നെ നമ്മൾ മേൽപ്പറഞ്ഞ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ ഇതെല്ലാം വെച്ച് എന്ത് ചെയ്യാണ്? അതെ, ആ ഒരു ഷോപ്പ് ഓണറെ സഹായിക്കുകയാണ്. ഇതിലൂടെ ഷോപ്പ് ഓണർ അവൻ എന്തും കൊടുക്കുന്നു? ഇൻകവും കൊടുക്കുന്നു. അപ്പോൾ ഒരു 1000 മുതൽ അവൻ്റെ ആ ഒരു വർക്കിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് എത്രത്തോളം കഠിനമാണ് അത്രത്തോളം ഇൻകവും കൂടുന്നു. ഓക്കെ, അപ്പോൾ 1000 മുതൽ 1.5 lakh വരെ എന്ത് ചെയ്യാൻ സാധിക്കും? അവന് അവിടെ സമ്പാദിക്കാൻ സാധിക്കും. ഇനി അടുത്തൊരാളെ നോക്കാം. അവനാണ് രാജ്. രാജ് ഇവരിൽ നിന്നും വ്യത്യസ്തനാണ്. ടെക്നിക്കൽ സ്കിൽ കുറവാണെങ്കിലും അവന് റൈറ്റിങ്ങിലുള്ള സ്കിൽ വളരെ കൂടുതലാണ്. പക്ഷേ ആ റൈറ്റിംഗ് സ്കിൽ എങ്ങനെ അവൻ പുറത്തെടുക്കുമെന്നാണ് ആലോചിച്ചിരിക്കുന്നത്. അതായത് സ്വന്തം സ്കിൽ മനസ്സിലാക്കിയ രാജ് തൻ്റെ അടുത്തുള്ള കമ്പനിയുടെ ബ്ലോഗിന് വേണ്ടി ഓൺലൈൻ റൈറ്റിംഗ് തുടങ്ങി. ഈ റൈറ്റിങ്ങിലൂടെ അവൻ ആ ബിസിനസ് കമ്പനിയുടെ സോഷ്യൽ മീഡിയ റൈറ്ററായി. ഇതാണ് ഫ്രീലാൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ് എന്ത് ചെയ്തു? അവൻ്റെ സ്കിൽസൊക്കെ പുറത്തെടുക്കാനുള്ളൊരു മാർഗ്ഗം അവൻ കണ്ടുപിടിക്കുകയാണ്. അടുത്തുള്ള ബിസിനസ് കമ്പനിയുടെ ഒരു ബ്ലോഗ് അവൻ ഏറ്റെടുത്തു. അത് നടത്തുവാനും അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കുവാനും ബിസിനസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കുവാനും പിന്നെ അതേപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ റൈറ്റർ ആവാനും അവൻ എന്ത് ചെയ്തു? സാധിച്ചു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീലാൻസ് റൈറ്റിംഗ് എന്ന് പറയുക. മറ്റൊരാളുടെ മേൽനോട്ടമില്ലാതെ അവനത് മുന്നോട്ട് കൊണ്ടുപോയി. ഗ്രാമർ കറക്ഷൻ ആൻഡ് റൈറ്റിംഗ് സ്റ്റൈൽ ആപ്സ് അവൻ്റെ ടീമായി. ഇതിലൂടെ രാജ് ഹാഡ് മാനേജ് ടു പേ ഹിസ് കോളേജ് ഫീസ് ഓൺ ഹിസ് ഓൺ. അങ്ങനെ അവനൊരു ടീമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ ഫോണിൽ എന്തുണ്ടായിരുന്നു? കുറച്ച് ഗ്രാമർ കറക്ഷനും പിന്നെ അതേപോലെ തന്നെ റൈറ്റിംഗ് സ്റ്റൈൽസിനും
ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് ആപ്സ് ഉണ്ടായിരുന്നു. തൻ്റെ സ്കിൽ മനസ്സിലാക്കിയ രാജ് ഈ ആപ്പുകളെയൊക്കെ ഉപയോഗിച്ച് ബിസിനസ് വ്ളോഗ് തുടങ്ങുകയും മറ്റുള്ള ബിസിനസ് ആൾക്കാരെ എന്ത് ചെയ്തു സഹായിക്കുകയും പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ റൈറ്റർ ആവുകയും ചെയ്തു. ഇതും ഒരു നല്ല ഐഡിയ തന്നെയല്ലേ? അതെ. ഈ 3 പേരും, അതായത് നമ്മുടെ കിരൺ, ആദി, രാജ്, ഈ 3 പേരിൽ നിന്നും നമുക്ക് 3 സ്കിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. അതാണ് എന്ത്? ആദ്യത്തെ നമ്മുടെ ആരായിരുന്നു? കിരണിനെ നോക്കാം. കിരൺ എന്ത് ചെയ്തു? ഒരു വിർച്വൽ അസിസ്റ്റൻ്റായി അവിടെ ജോലി ചെയ്തു. അതായത് ഒരു സ്കില്ല്, ഒരു സൈഡ് സ്കില്ലായിട്ട് അവൻ്റെ പഠനത്തിനുപരി അവൻ എന്ത് ചെയ്തു? ഒരു സ്കില്ലായിട്ടത് തിരഞ്ഞെടുത്തു. ഇനി വിർച്വൽ അസിസ്റ്റൻ്റ് എന്താണ് പറയുന്നത്? റെപ്പറ്റീറ്റീവ് ടാസ്ക് ആയിട്ടുള്ള ഇമെയിൽസ്, പിന്നെ അതേപോലെ തന്നെ കലണ്ടർ ഷെഡ്യൂളിങ്, ഇതൊക്കെ അവൻ തന്നെ അവൻ്റെ ലാപ്ടോപ്പിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്തു കൊടുക്കുന്നു. അവൻ ബന്ധപ്പെടാൻ ശ്രമിച്ച ആ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്തു? കൂടുകയാണ് ചെയ്യുന്നത്. 40% സ്ലോ ഡൗൺ ചെയ്ത ആ പ്രോസസ്സൊക്കെ അവൻ എന്ത് ചെയ്തു? തന്നെത്താനെ ചെയ്ത് ആ ബിസിനസ്സിനെ അവൻ എന്ത് ചെയ്തു? കുറച്ചുകൂടി ഗ്രോത്ത് കൊടുത്തു. ഇതിലൂടെ അവന് വളരെ അക്സെപ്റ്റബിളായിട്ടുള്ള ഇൻകവും കിട്ടുന്നു. വീഡിയോ എഡിറ്റിംഗ് ഇതിനൊരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തതാരാണ്? നമ്മുടെ ആദി എന്ത് ചെയ്തു? AI പ്രോംപ്റ്റിംഗ് ആണ് അവൻ സാധ്യത കൊടുത്തിരുന്നത്. അതായത് അവൻ്റെ സ്കില്ലിൽ കിരണിനെ പോലെ തന്നെയായിരുന്നു അവൻ്റെ സ്കില്ല്. പക്ഷേ അവൻ അതിൽ AI കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങും പിന്നെ അതേപോലെ തന്നെ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ, പിന്നെ അതേപോലെ തന്നെ AI ഓട്ടോമേഷൻ, ഇതെല്ലാം അവൻ ഒരു ഷോപ്പ് ഓണർക്ക് ചെയ്തു കൊടുത്തു. ഇതുപോലെ നമ്മൾക്കും നമ്മുടെ സമൂഹത്തിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തോടെ തീർച്ചയായും നമ്മുടെ ജോലിയുടെ കോംപ്ലക്സിറ്റി അനുസരിച്ച് നമുക്ക് 8,000 മുതൽ 1.5 ലക്ഷം വരെ നമുക്ക് കാശ് കരസ്ഥമാക്കാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് വളരെ നന്നായി തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി കൈവരിക്കാൻ സാധിക്കും. അടുത്തതാണ് രാജ് ഹാസ് എ ഗ്രേറ്റ് സ്കിൽ ഓഫ് റൈറ്റിംഗ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ തന്നെ റൈറ്റിംഗ് സ്കില്ലുള്ള ഓരോ ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ടാവില്ലേ? ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരിൽ ഒരാളെങ്കിലും നന്നായി എഴുതിയില്ലേ? യെസ്, പഠനത്തിനുപരി ഈ ഒരു സ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? തീർച്ചയായും ഉപയോഗിക്കണം. എങ്ങനെ? ഈ പറഞ്ഞ രീതിയിൽ ബ്ലോഗ്, പുതിയ കമ്പനികൾ അല്ലെങ്കിൽ ചെറിയ കമ്പനികൾ, എംപ്ലോയീസ് ഇല്ലാത്ത കമ്പനികളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക. നമുക്ക് തീർച്ചയായും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, നമ്മുടെ ഹോമിൽ, നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, എങ്ങനെ? ആപ്പുകളുണ്ടല്ലോ, ഗ്രാമർ കറക്ഷൻ ആപ്പ്, പിന്നെ അതേപോലെ തന്നെ റൈറ്റിംഗ് സ്റ്റൈൽ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഈ ഒരു പ്രവൃത്തികളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് തരിക. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ആവശ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇനി മറ്റുള്ള വീഡിയോസ് +2, +1, SSLC, NCERT ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. സോ പ്ലീസ് വിസിറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും. ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം.